ആസിഫ് അലിയുടെ സർക്കീട്ട് മനോരമ മാക്സിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. സോ തിയേറ്ററിൽ അത്യാവശ്യം പീപ്പിൾ അക്സെപ്റ്റൻസ് ഒക്കെ നേടിയ സിനിമയാണ്. എന്നാൽ വലിയ ഹിറ്റും പരിപാടിയൊന്നും ആയില്ല. അപ്പൊ ആസിഫ് അലിയുടെ കുറച്ച് റീസെന്റ് സിനിമാസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സർക്കീട്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ആഭ്യന്തര കുറ്റവാളി വൻ ശോകപ്പടമായിരുന്നു. അഗൈൻ മിറാഷും വൻ ശോകപ്പടമായിരുന്നു. സോ ഞാൻ വിചാരിച്ചു ഓജി ആസിഫ് അലി ഇസ് ബാക്ക്, ബോം സ്റ്റാർ ഇസ് ബാക്ക് എന്ന് ഈ സിനിമ കാണുന്ന വരെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്റെ അഭിപ്രായം മാറി. ദിസ് ഇസ് സച്ച് എ നൈസ് മൂവി. സിമ്പിൾ പ്ലോട്ട് ആണ്, നല്ല വൃത്തിക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഫീൽ ഗുഡ് സിനിമ. ബേസിക്കലി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന് പ്രവാസി ജീവിതം, പിന്നെ അവിടുത്തെ കഷ്ടപ്പാട്, നിസ്സഹായ അവസ്ഥ, അതൊക്കെയുണ്ട്. അറ്റ് ദ സെയിം ടൈം അല്ലാത്തവർക്കും കണക്ട് ചെയ്യാൻ പറ്റും. ഒരു 10, 27, 28 വയസ്സായിട്ട് ജോലിയൊന്നും ഇല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലോഡ് സീൻസ് ഈ സിനിമയിലുണ്ട്. സോ പേഴ്സണലി എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറെ സീൻ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമ കേട്ടോ. 2 മണിക്കൂർ എന്തോ ഉള്ളൂ ഡ്യൂറേഷൻ. നല്ല വൃത്തിക്ക് എടുത്തു വെച്ചിട്ടുള്ള പടം. സോ ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് ആസിഫ് അലി തന്നെയാണ്. സോ ഇങ്ങേരുടെ കണ്ണിന് എന്തോ ഒരു മാജിക് ഉണ്ട്. ആള് കരയണതൊക്കെ ഭയങ്കര കിടുവാണ്. ഈ അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് അനുരാഗ കരക്കിൻ വെള്ളം സിനിമയിൽ ബിജു മേനോൻ ആസിഫ് അലി അടിക്കേണ്ട ഒരു സീനില്. അത്രയും നല്ലൊരു അടി കൊണ്ട വേറൊരു നടൻ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും കിടുവായിട്ടാണ് അങ്ങേര് ആ എക്സ്പ്രഷൻ ഇട്ടുണ്ടായിരുന്നത്. അതേപോലെ ഇതിലൊരു ഹോട്ടലിൽ ഒരു സീൻ ഉണ്ട്. ഇങ്ങേർക്ക് വന്നിട്ട് ഭക്ഷണം കൊണ്ടേ കൊടുക്കും, ഇങ്ങേരെ കണ്ണ് നിറയുന്നത്. സോ ഇമോഷണലി എത്ര സ്ട്രോങ് ആയിട്ടുള്ള ആളാണെങ്കിലും ആ ഒരു സീന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. അത്രയും കിടുവായിട്ടാണ് അങ്ങേര് പെർഫോം ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ കാറിൽ ഒരാളുടെ അടുത്ത് ലിഫ്റ്റ് ചോദിച്ചിട്ട് എന്നെ ഈ ഒരു ജോബിന് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുമെന്ന് ചോദിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ നൈസ് സാധനമായിരുന്നു. കിട്ടു പെർഫോമൻസ് ആയിരുന്നു ആസിഫ് അലി. അതേപോലെ തന്നെ ഗോവിന്ദ് വസന്തയാണ് ഈ സിനിമയിലെ മ്യൂസിക് ഡയറക്ടർ. ആള് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിനിമയ്ക്ക് ഭയങ്കര ആർട്ടായിട്ടുള്ള മ്യൂസിക് വർക്ക് ആയിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. പിന്നെ ഇതിലൊരു അഴുക്ക ചെറുക്കനുണ്ട്. ആ ചെറുക്കനെ ആദ്യം കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും രണ്ടര പൊട്ടിക്കാൻ തോന്നും. അജാതി വെറുപ്പിക്കലായിരുന്നു. നമ്മുടെ ദീപക് പരമോളിന്റെയും ദിവ്യപ്രഭയുടെയും മകനായിട്ടാണ് ആ ചെറുക്കൻ. സോ ടുവേർഡ്സ് ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ ചെറുക്കൻ്റെ അടുത്ത് നമുക്കൊരു ഇഷ്ടം കാര്യങ്ങളൊക്കെ തോന്നും. ദിവ്യപ്രഭ നന്നായിട്ട് തന്നെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. സോ ദിവ്യപ്രഭ എപ്പോഴും സെയിം ടെംപ്ലേറ്റ് പടം ചെയ്യാതെ ഇങ്ങനത്തെ പടം ചെയ്യുന്നത് കുറച്ചും കൂടി നല്ലതാണെന്ന് പേഴ്സണലി എനിക്ക് തോന്നി. എപ്പോഴും ആള് നോക്കുകയാണെന്ന് വെച്ചാൽ ഫാമിലി പറഞ്ഞിട്ട് പടം, അതേപോലെ തന്നെ ഓൾ ബി ഇമാജിൻ ആസ് ലൈറ്റ്, പിന്നെ മറ്റേ കുഞ്ചാക്കോ ബോബന്റെ ഒപ്പം ഒരു അവാർഡ് പടമുണ്ട്. അങ്ങനത്തെ അവാർഡ് പടങ്ങൾ പിടിക്കാതെ ഈ മറ്റേ വിനയ് ഫോർട്ടിന്റെ ഒപ്പം ഉള്ള തമാശ പോലത്തെ സിനിമ, ഇതുപോലത്തെ സിനിമ, ഇതൊക്കെ ചെയ്താൽ കുറച്ചും കൂടി നന്നാവും തോന്നുന്നു. കാരണം ആളൊരു അടിപൊളി ആക്ടറാണ്. ആൻഡ് ഇതിൽ ദീപക് പരമോൾ കിടുവായിരുന്നു കേട്ടോ. ഏത് പടം വേണമെങ്കിൽ എടുത്തോ. പടം ചിലപ്പോൾ ബോറായിരിക്കും, ചിലപ്പോൾ വൻ ശോകപ്പടമായിരിക്കും. പക്ഷെ ദീപക് പരമോൾ അടിപൊളിയായിട്ടായിരിക്കും പെർഫോം ചെയ്യുക. ഈ സിനിമയിൽ ഒരുവിധം പെർഫോം ചെയ്ത എല്ലാവരും, ഈവൻ പ്രശാന്ത് അലക്സാണ്ടർ ഒരു ചെറിയ റോളേ ഉള്ളൂ, ആള് വരെ കിടിലായിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. സോ ഫാമിലി ആയിട്ടൊക്കെ കാണാൻ പറ്റുന്ന വളരെ നല്ലൊരു സിനിമ. എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സീൻസ് ഉണ്ട്. നല്ല മ്യൂസിക് വർക്കാണ്. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതേപോലെ തന്നെ വൺ കിടു എന്നൊന്നും ഞാൻ പറയില്ല. സ്റ്റിൽ ദിസ് ഇസ് എ വെരി നൈസ് മൂവി. സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയാൻ പറ്റുന്ന നല്ലൊരു കൊച്ചു പടം. വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെ ചെറിയ എക്സ്പെക്ടേഷനിൽ പോയി കാണാവുന്ന നല്ല സിനിമയാണ്. മനോരമ മാക്സിൽ അവൈലബിൾ ആണ്. സോ മനോരമ മാക്സിന് എന്ത് പറ്റി ഇങ്ങനത്തെ പടം കൊടുക്കാണെന്നാണ്. സാധാരണ ബോംബായിരിക്കുമല്ലോ. ഒരു ലോഡ് സിനിമകൾ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫഹദ് ഫാസിലിന്റെ ഓടും കുതിര ചാടും കുതിര നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. നെറ്റ്ഫ്ലിക്സിലാണ് കൂടുതൽ ഇറങ്ങിയിരിക്കുന്നത്. മറ്റേ സൺ ഓഫ് സർദാർ 2 അജയ് ദേവ്ഗണിന്റെ അവൈലബിൾ ആണ് നെറ്റ്ഫ്ലിക്സിൽ. ദഡക് 2 നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു ദഡക് 2 പരിയേരും പെരുമാളിന്റെ റീമേക്ക് ആണ് തോന്നുന്നു. അതേപോലെ തന്നെ ആമസോൺ പ്രൈമിൽ അനുഷ്ക ഷെട്ടിയുടെ ഗാട്ടി പറഞ്ഞ സിനിമ അവൈലബിൾ ആണ്. ഒരുവിധ എല്ലാ ഭാഷയിലും അവൈലബിൾ ആണ്. ജിയോ ഹോട്ട്സ്റ്റാറിൽ ലാലേട്ടന്റെ ഹൃദയപൂർവ്വം വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ലോഡ് സിനിമ വന്നിട്ടുണ്ട്. സോ എൻജോയ് യുവർ വീക്കെൻഡ്.